ഹായ് സ്റ്റുഡൻസ്, നമുക്ക് 2021 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കിട്ടിയിട്ടുണ്ട്. വിത്ത് ആൻസർ കീ ഉണ്ട്. ഇതൊരു വാല്യുവേഷൻ്റെ ബേസിൽ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. തേർഡ് സെമ്മിൻ്റെ 2021 നവംബറിലുള്ള എക്സാമിൻ്റെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് 15 ക്വസ്റ്റ്യനിൽ ആദ്യത്തേത് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റിംഗ് ടു ബോറോയിങ് കോസ്റ്റ്, അതേപോലെ IFRSൻ്റെ ഇമ്പോർട്ടൻസ്. മറ്റേതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ IFRSൻ്റെ ഇമ്പോർട്ടൻസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ കണ്ടിരുന്നു, അഡ്വാൻറ്റേജ് ഒക്കെ. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ റിഡംഷൻ ബൈ കൺവേർഷൻ. അപ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ ഒരു പോയിൻ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യനും പഠിക്കുകയും വേണം, ഒപ്പം തന്നെ അതിനോട് തൊട്ട് നിൽക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിനോട് തൊട്ട് നിൽക്കുന്ന പോയിന്റുകൾ ഏതാണെന്നും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. അഞ്ചാമത്തേൽ വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ റിസർവ്. നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ജനറൽ റിസർവ് എന്താ ആയിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ റിസർവാണ് ചോദിച്ചിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യനിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഏഴാമത്തേൽ വാട്ട് ഈസ് കറണ്ട് റേഷ്യോ എന്ന് ക്വസ്റ്റ്യൻ അക്കൗണ്ടിങ് റേഷ്യോ ആണ് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കറണ്ട് റേഷ്യോ ആണ്. ക്യാഷ് ഇക്വലൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഇതേ ക്വസ്റ്റ്യൻസ് ക്യാഷ് ഇക്വലൻസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ കഴിഞ്ഞ വർഷം ചോദിച്ചതിലുണ്ടായിട്ടുണ്ട്. എക്സ് ഇൻട്രസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു അതേ ക്വസ്റ്റ്യൻ. എക്സ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്താണെന്നുള്ളതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്താണെന്ന്. ഇത് വീണ്ടും അവിടെ നമ്മൾ 22ലും 21ലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഓപ്പറേറ്റിംഗ് റേഷ്യോ. അവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റേഷ്യോ വേറെ ഏതൊരു റേഷ്യോ റിലേറ്റഡ് ചെയ്ത ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പോയിന്റ്സ് ടു ബി കൺസിഡേർഡ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആയിരുന്നു അവിടെ ചോദിച്ചത്, ഇവിടെ ഔട്ട് ഓഫ് ഡിബഞ്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗിവ് എനി 4 ഐറ്റംസ് ഇൻക്ലൂഡഡ് അണ്ടർ ലോങ് ടേം ബോറോയിങ്സ്. അവിടെ നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ ലോങ് ടേം ബോറോയിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്, അതിൽ ഏതൊക്കെ ഐറ്റംസ് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇൻകം ടാക്സ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12 പ്രകാരം ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻസിനെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മളുടെ അവിടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ സ്റ്റോക്കിനെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് അവിടെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, 21ലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും റിപ്പീറ്റും ചെയ്തിട്ടുണ്ട്. അതിനോട് അടുത്തടുത്ത് നിൽക്കുന്ന പോയിന്റുകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്കോപ്പ് ഓഫ് IFRS ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ അവിടെ പ്രതീക്ഷിക്കാം. അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ ലിമിറ്റേഷനാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 18th ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജേണൽ എൻട്രീസ് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര ക്യാഷ് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഇതേ മോഡലിലെ ക്വസ്റ്റ്യൻ തന്നെ നമുക്കവിടെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനിൽ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, റിഡംഷൻ ഡിബഞ്ചർ നമ്മളോട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്, അക്കൗണ്ട് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ടഫുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ബാലൻസ് ഷീറ്റ്, ഫോളോയിങ് ഫിഗേഴ്സ് അപ്പിയർ, ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻസും കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസിനെ ജേണലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ജേണൽ എൻട്രി ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ അവിടെ വന്നിരുന്നു. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡും പിന്നെ അവിടെ ചോദിച്ചത് സ്റ്റോക്ക് ടേൺ ഓവറോ, അങ്ങനെ 2-3 കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ആ പാറ്റേൺ. 22ാമത്തെ ക്വസ്റ്റ്യനിൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. കമ്പനി ഇൻകേർഡ് ലോസ് ഡ്യൂറിങ് ദ കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചായിരുന്നു. അതിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ട് എന്തൊക്കെ റേഷ്യോസ് കണ്ടുപിടിക്കാമെന്ന്. ഇവിടെ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണ്.
ടേൺ ഓവർ റേഷ്യോസ് 2 അവിടെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ക്യാഷ് ഫ്ലോ ആണ് എസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈനൽ അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഫോളോയിങ് ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്, എക്സ്ട്രാക്റ്റഡ് ഫ്രം ബുക്സ് ഓൺ ഐറ്റംസ് തന്നിട്ടുണ്ട്. നമ്മളോട് ഫൈനൽ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫൈനൽ അക്കൗണ്ടും ആയിട്ടുണ്ട് എസ് എ ക്വസ്റ്റ്യൻ. 26ാമത്തെ ക്വസ്റ്റ്യനിൽ വീണ്ടും അപ്രോപ്രിയേറ്റ് റേഷ്യോസ് തന്ന ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് തന്നിട്ട് അതിന്ന് സെയിം ഒരു മാറ്റവും ഇല്ലാതെ തന്നെ അതേ കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളതും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് കാണാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീസ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഓരോന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ അതും കൂടി ഞാനിവിടെ ഒപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെ എൻട്രീസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആ മെത്തേഡൊക്കെ നോക്കുക. കാരണം ഇപ്പോൾ 21ലും 22ലും പാറ്റേൺ സെയിം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. മാക്സിമം ഇത് പഠിച്ചു പോയൊരു കുട്ടിക്ക് തന്നെ അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജയിക്കാനുള്ളൊരു മാർക്കും നമുക്കിവിടെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ.